എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. അപ്പോൾ നാളെ വൈകുന്നേരം 3 മണിക്കകം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അതായത് ജനുവരി 20-ാം തീയതി വൈകുന്നേരത്തിനകം പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ ഡേറ്റ് നീട്ടുന്നത് അല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരത്തിനകം അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമാണ് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം പിന്നീട് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടാതെ അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ പറ്റുമോ, ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്താൽ മതിയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ നേടുന്നില്ല എങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച മറ്റൊരു കാര്യമായിരുന്നു നിലവിൽ അഡ്മിഷൻ നേടിയ കോളേജിൽ നിന്നും ആ ഒരു കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി അലോട്ട്മെൻറ്റുകളുടെ എണ്ണം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിലവിൽ അഡ്മിഷൻ നേടിയ കോളേജിൽ നിന്നും NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ശേഷം അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയ കോളേജിൽ നിന്ന് നിങ്ങൾ TC ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ആ ഒരു കോളേജിലെ അഡ്മിഷൻ നഷ്ടപ്പെടും. പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുമെങ്കിലും അതിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മറ്റൊരു കോളേജിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു കോഴ്സിനോട് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾ TC വാങ്ങുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ TC വാങ്ങിക്കുകയാണ് അല്ലെങ്കിൽ കോളേജിൽ നിന്നും നിങ്ങളുടെ അഡ്മിഷൻ റദ്ദ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അടച്ച ഫീസ് മുഴുവൻ തിരികെ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ഫീസും കിട്ടുന്നതായിരിക്കും. കാരണം നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റിന് മുന്നോടിയായിട്ട് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് അതുപോലെ അഡ്മിഷൻ റദ്ദ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അടച്ച പൈസ മുഴുവനായിട്ട് കോളേജിൽ നിന്ന് തിരികെ ലഭിക്കും. അത് നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ ക്യാൻസൽ ചെയ്യും മുമ്പായിട്ട് കോളേജിൽ സംസാരിച്ച് ആ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം ചില കോളേജ് ചിലപ്പോൾ ഒരു 1000 രൂപയൊക്കെ പിടിച്ചു വെക്കാനുള്ള, അതായത് ആ ഒരു പൈസ ഒരു അഡ്മിഷൻ ഫീസ് എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു പൈസ ഒഴിവാക്കിയിട്ട് അതായത് 1000 രൂപ മാത്രം വെച്ച് ബാക്കി പൈസ തിരികെ തരാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ, അതായത് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ നാളെ വൈകുന്നേരം അതായത് ജനുവരി 20-ാം തീയതി വൈകുന്നേരത്തിനകം പോയിട്ട് അഡ്മിഷൻ നേടുക. നിങ്ങൾ അഡ്മിഷൻ നേടുന്നില്ല, നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ താല്പര്യമില്ല എങ്കിൽ വെറുതെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ നാളെ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഓൺലൈനായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമോ കിട്ടണമെങ്കിൽ നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ബാങ്ക് വഴി ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമോ കിട്ടുകയോ അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തിനകം അഡ്മിഷൻ നേടാനോ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അഡ്മിഷൻ നേടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നാളെ ഈ ഒരു ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് മെമോ കിട്ടും. അഡ്മിഷൻ നേടുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ ഇതിന് ശേഷം ഇനി സ്പോട്ട് അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവാനുള്ള സാധ്യത. കൂടുതൽ സീറ്റ് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നടത്തും. അതല്ലെങ്കിൽ കുറച്ച് സീറ്റാണെങ്കിൽ മാത്രം സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴിയാണ് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിലാണ് കിട്ടിയതെങ്കിൽ നാളെ അതായത് ജനുവരി 20-ാം തീയതിക്ക് പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.